ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കുക്കിങ്ങും അതേപോലെ നമ്മളെ അടുക്കളയൊക്കെ ഒന്ന് തട്ടാനും കൊട്ടാനും ഒക്കെ ഉണ്ട് കേട്ടോ. മാറാലൊക്കെ ഒന്ന് തട്ടി നമ്മൾ ഗ്യാസിൻ്റെ അവിടെ എല്ലാം പേപ്പർ വിരിച്ചതും പിന്നെ അതേപോലെ നമ്മൾ ചിമ്മിനിൻ്റെ അവിടെ പേപ്പറൊക്കെ വിരിച്ചിട്ടില്ലേനോ അതൊക്കെ ആകെ ഇതായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പേപ്പറൊക്കെ ഒന്ന് മാറ്റി പുതിയ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ കടച്ചക്ക കൊണ്ട് തന്നെ വീണ്ടും ഞാനൊരു ഇതുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുമ്പോൾ എന്നും ഇപ്പോൾ തന്നെയുള്ളൂ കടച്ചക്ക തന്നെ ഉള്ളൂന്ന്. അപ്പോൾ കടച്ചക്ക നമ്മൾ ചിക്കന് പൊരിക്കണ പോലെ പൊരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ചിക്കൻ പൊരിക്കണ പോലെ പൊരിച്ചാൽ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും എല്ലാവരും കാണണം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്ത് കമൻ്റ് ആണെങ്കിലും അത് കമൻ്റായി അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ളൊരു ദിവസം തന്നെയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. പിന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചു. പിന്നെ അതേപോലെ ഒന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരിക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളവും അടുപ്പത്ത് വെക്കുന്നുണ്ട്. ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിക്ക് പൊടിയൊക്കെ ഇട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 5:30 ആകുമ്പോൾ എണീറ്റാൽ ചിലപ്പം വീഡിയോ എടുക്കലും അതേപോലെ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം കൂടെ ചിലപ്പം കണ്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നും കേട്ടോ. 7:30 ആകുമ്പോഴത്തിന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ 7:30 ആകുമ്പോഴത്തിന് എല്ലാം ആവണ്ടേ. അപ്പോൾ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാം കൂടെ കണ്ട് കഴിഞ്ഞ് കിട്ടാൻ ഒരു പ്രയാസമാണ്. അപ്പം ഇനിയിപ്പോൾ കുറച്ചും കൂടി നേരത്തെ എണീക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ അതിന് നമ്മൾ തന്നെ മനസ്സ് വെക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് ലെവലായി കിട്ടാൻ. അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരിപ്പൊടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ഇതിന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചങ്ങാണ്ട് കുറച്ച് കൂടുതലായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ അവിടെ മാറ്റി വെച്ചങ്ങാണ്ട് കുഴച്ചെടുത്തു. പിന്നെ കുറച്ച് കുറവുള്ള പോലെ തോന്നിട്ടോ, പൊടിയിൽ വെള്ളം കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ ഞാൻ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചങ്ങാണ്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടേനി. അപ്പോൾ അതവിടെ മാവൊന്ന് തണുക്കാനും വേണ്ടി വാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കണ സമയം കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയും തക്കാളിയും കിഴങ്ങും ഒക്കെ ഇട്ടുകൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു മുളകും കറിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികവും ഇങ്ങനത്തെ ഈ കിഴങ്ങും സവോളയൊക്കെ ഇട്ടുകൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കൽ. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് പരന്നുകാണ്ട്. അപ്പം ഇന്നിപ്പോൾ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് വരണില്ല കേട്ടോ. അപ്പോൾ തലേന്നത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ട്. അപ്പോൾ അത് അതിക്ക് കൂട്ടിങ്ങാണ്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പേരിനൊരു ചിക്കൻ കറിയായി അങ്ങനെ. അപ്പോൾ അതിക്ക് കുറച്ച് ഒരു സ്പൂണ് മുളകും പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചിക്കൻ മസാലൻ്റെ പൊടിയും ഒക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ട് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചുങ്ങാണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ ഗ്രേവി ഉള്ളതാണ് കേട്ടോ ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങയാണെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും നല്ലോണം സൂക്ഷിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുള്ളൂ അല്ലേ. കാരണം രണ്ടിനും നല്ല പോലെ റേറ്റ് കൂടിയൊരു സമയമാണ് ഇപ്പം. അപ്പോൾ ഞമ്മക്ക് ഇവിടെ പറമ്പിൽ നിന്നിട്ട തേങ്ങയൊക്കെ തീർന്നിട്ടോ, എല്ലാം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചിലപ്പം പറമ്പിൽ പോയി നോക്കലാണ് തേങ്ങ വീണിട്ടുണ്ടോ ഇല്ലേ ചാടിക്കണോ എന്നൊക്കെ പോയി നോക്കും. അപ്പോൾ തേങ്ങക്ക് വില കൂടിയ സമയപ്പോൾ ഇപ്പോൾ തേങ്ങയും ചാടണില്ല, കിട്ടണമില്ല. അപ്പോൾ ഞാൻ അധികവും ഇപ്പോൾ തേങ്ങ അരച്ച കറി വല്ലാതെ ഉണ്ടാക്കലില്ല. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളം ഞാൻ അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പത്തിരീൻ്റെ ഇതൊക്കെ നല്ലോണം കുഴച്ചെടുത്തുകൊണ്ട് പരത്തിയെടുത്തിട്ടുള്ളത്. പ്രസ്സുമ്മലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. പ്രസ്സുമ്മ പരത്തിയിട്ട് പിന്നെ രണ്ടാമതൊന്ന് പരത്തിയിട്ടില്ല. അധികവും പ്രസ്സുമ്മ തന്നെയാണ് പരത്തിക്കൊണ്ട്. നമ്മൾ പ്രസ് അത്യാവശ്യം വലിയ പ്രസ്സാണ്. അപ്പം നല്ല വലുപ്പത്തിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ അത് ഒന്ന് പലകമിട്ട് പരത്താനുള്ള സമയമൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ ഇപ്പുറത്ത് അടുപ്പ് ഞാൻ കത്തിക്കണുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ. ഒരു അടുപ്പത്ത് ചോറും ആകും, ഇപ്പുറത്ത് കത്തിക്കുമ്പോൾ പിന്നെ പത്തിരി അങ്ങനെ ചുട്ടുകാണ്ടത് പെട്ടെന്ന് തീർക്കും ചെയ്യുക. അപ്പം 3 എണ്ണീച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ല് ചൂടായപ്പം. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ തന്നെ അത്യാവശ്യം ഭക്ഷണം
ഉണ്ടാക്കി പള്ള നിറച്ച് തിന്നണോണ്ടാണ് കേട്ടോ. രാവിലത്തെ ഭക്ഷണം അങ്ങോട്ട് ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നത്തെ പണിയൊന്നും എടുക്കാൻ നമുക്കൊരു ഉഷാറും ഉണ്ടാവില്ല. അപ്പം ചിലർ രാവിലെ തന്നെ വെറും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി അങ്ങനെ തിന്നണോലുണ്ടാവും. പക്ഷേ എനിക്ക് എന്താണാവുക, ചോറ് എനിക്ക് വല്ലാതെ അങ്ങോട്ട് രാവിലെ പോകില്ല. എനിക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ചോറ് മറ്റേ നമ്മൾ മസാലച്ചോറ്, ഇളക്കച്ചോറ് അതൊക്കെ ഉണ്ടാക്കി കഴിക്കും. പക്ഷേ നമ്മളെ വെറും ചോറില്ലേ അത് രാവിലെ പോകില്ല കേട്ടോ. പിന്നെ 10 മണിക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ലല്ലോ. പിന്നെ ഉച്ചക്കല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് അത്യാവശ്യം ഭക്ഷണം പള്ള നിറച്ച് തിന്നണം കേട്ടോ. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ ചുടണീൻ്റെ ഇടയിൽ തന്നെ ഞാൻ നമ്മളെ കടച്ചക്കല്ലേ അത് ഇതാ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പറ്റ ചെറുതും ആകരുത്, എന്നാൽ നല്ല വലുപ്പവും ആകരുത്, ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ അരിഞ്ഞു വെക്കണം കേട്ടോ. ബൈക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 2 സ്പൂണ് ഞങ്ങൾ എരിവിന് ആവശ്യത്തിനുള്ള മുളകും പൊടിയും, പിന്നെ അതുപോലെ ഉപ്പും കോൺഫ്ലവറിൻ്റെ പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഒരിത്തിരി വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ ഒരിത്തിരി കുറച്ച് നമ്മളെ ആ മസാലയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതലാവരുത്. എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചിക്കൻ്റെ മസാല അല്ലേ, ചിക്കൻ മസാലയും അതേപോലെ ബീഫ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം ചിക്കൻ മസാല ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഞാൻ ആ കറിക്ക് ഇട്ട് കൊടുത്തില്ലേ, അപ്പോൾ അത് തീർന്നു. പിന്നെ ബീഫ് മസാല ഇല്ല, അപ്പം ഇനി രണ്ടും കൂടി വാങ്ങണം, രണ്ടും തീർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ നല്ലോണം കൂട്ടിക്കാണ്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് നേരം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിലിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കാണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, വറുത്തെടുക്കുന്നുണ്ട്. അപ്പം വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഏത് എണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാം ഓയിലാണ്. അപ്പോൾ നല്ലോണം എന്താ ക്രിസ്പി ആയിങ്ങാണ്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അത് ചൂട് കൊടുക്കാൻ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ രസം. പക്ഷെ അത് തണുത്താൽ പറ്റം കണ്ട് കുഴഞ്ഞ പോലെ ആയിരിക്കും. നമ്മൾ അപ്പം തന്നെ പൊരിച്ച് അപ്പം തന്നെ ചോർക്ക് കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ കടച്ചക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് പൊരിച്ച് നോക്കുകൊണ്ടി. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് ലഞ്ച് ബോക്സിന് കൊടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളുള്ളതല്ലേ, അപ്പം കുട്ടികൾക്ക് ഇന്നിപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റുമല്ലോ. കൂടുതലായിട്ട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റിൻ്റെ മസാലയൊക്കെ കൂട്ടിച്ച് ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടൊന്ന് സ്കൂൾക്ക് കൊടുത്തു വിടുന്നത്. വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി ചോറ് താൻ. അത്രക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ചൂട് കൊടുക്കാൻ കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇതിപ്പോൾ പാത്രത്തിലാവുമ്പം തണുക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിമ്മിനിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്, പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഒട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇനിയും. അത്യാവശ്യം പേപ്പർ കറുത്ത് പോയിട്ടുണ്ട്, പിന്നെ കുറച്ച് മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി. അപ്പം അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇതിപ്പം രാവിലെ തന്നെ നമ്മൾ അടുപ്പിൻ്റെ അവിടെ നല്ല ചൂടുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടാറാനുള്ളൊരു സമയം എടുത്ത് മറ്റേ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാനും പിന്നെ നമ്മളെ റൂമുകളും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാനും ഒക്കെ ഉണ്ടിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോർക്ക് കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ലാസ്റ്റാണ് ഞാനിവിടെ ക്ലീൻ ആക്കാൻ ഒരുങ്ങിയത്. കാരണം അവിടെ നമ്മളിവിടെ നിൽക്കുമ്പം കാലുമ്മക്ക് ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് കരുതിയാണ്ട് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഇതിനൊരുങ്ങിയത്. അപ്പം നല്ലപോലെ മാറാലുണ്ടേനി കേട്ടോ, നല്ല കരിയും പൊടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പോലൊക്കെ ഞാൻ തട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും അടുപ്പ് ഉപയോഗിക്കണോണ്ടേ മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇടയ്ക്ക് തട്ടലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പേപ്പറൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. പേപ്പർ ഞാൻ നമ്മളെ നോമ്പിൻ്റെ ആ തട്ടിക്കൂട്ടുന്ന നോമ്പ് പണി ഉണ്ടാവുമല്ലോ, ആ സമയത്ത് പിന്നെ ഒട്ടിച്ചതാണ്. ഏകദേശം ഒരു 4 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ലോണം ഇതായി പുക പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ കൂടുതലായിട്ട് പുക പിടിക്കുമ്പം ഇതേപോലെ ഒട്ടിക്കലാണ് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ചിലർ മെസ്സേജ് വിടലുണ്ട്, നമ്മൾ ബുക്ക് പൊതിയണ പണ്ടൊക്കെ നമ്മൾ ബുക്ക് പൊതിയണ ബ്രൗൺ പേപ്പറില്ലേ, അപ്പം ആ ബ്രൗൺ പേപ്പർ ഒട്ടിച്ചാൽ മതി, അതാവുമ്പം നിങ്ങൾക്ക് തുടച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞുകാണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഒട്ടിക്കണില്ല കേട്ടോ. അതൊക്കെ എത്രങ്ങാനും വാങ്ങി ഒട്ടിക്കണം.
അപ്പോൾ ഇതിലേറെ നല്ലത് ഇതിപ്പോൾ നമുക്ക് ആ ഇലക്ഷൻ്റെ ടൈമിൽ ഫ്രീ ആയിട്ട് പേപ്പർ കുറച്ച് ദിവസം ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി. അപ്പോൾ അതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കൂടുതലായിട്ട് കരി പിടിക്കുമ്പോൾ അതാണ് മാറ്റണം, ഇതേപോലെ ഒട്ടിക്കണം, അങ്ങനെയൊക്കെ തന്നെ. പറ്റം കണ്ട് കറുത്ത് പുകയായി കിടക്കാൻ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ കാണാൻ. പേപ്പർ ഒട്ടിക്കുക പറഞ്ഞാൽ കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞൊരു ജോലി പോലെ തോന്നുന്നുണ്ടല്ലേ, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് പറിക്കാനും. പിന്നെ അത് പശ വെച്ചെല്ലോടത്തും ഇങ്ങനെ ഒട്ടിക്കണ്ടേ. അപ്പോൾ ഞാൻ ആ കാണുന്ന ഒരു സെൻറ്ററിലും പിന്നെ ഈ ഒരു സൈഡിലും മാത്രമേ ഞാൻ പറിച്ച് കണ്ട് അങ്ങനെ ഒട്ടിച്ചിട്ടുള്ളൂ. മറ്റേ സൈഡിൽ ഞാൻ വല്ലാതെ അത് പേപ്പർ കറുത്തിട്ടില്ല, അപ്പം അവിടെ ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ അതാ ഒട്ടിച്ച് നല്ല വൃത്തിയായി എല്ലായിടത്തും തുടച്ച് നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാനും. ഇനിയിപ്പോൾ അത് ഈ ഗ്യാസിൻ്റെ ഇവിടുത്തെ ആ പേപ്പറും പറ്റ ഇതായി കിടക്കുന്നുണ്ട് ഇനി എണ്ണയൊക്കെ തെറിച്ചിട്ട്. അപ്പോൾ അവിടുത്തെ പേപ്പറും പറിച്ചുങ്ങാണ്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് കേട്ടോ അത്. അപ്പോൾ അതിങ്ങനെ കരി പിടിച്ച് വൃത്തികേടായി കിടക്കുമ്പോഴേ നമുക്കത് എടുക്കാതെ വെക്കാനും തോന്നൂല, അതാണ് ഒന്നാമത്. അപ്പം ഞാൻ വലിച്ചിട്ട പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ അത്, അതൊക്കെ ഇനി വാരിങ്ങാണ്ട് പുറത്ത് കൊണ്ടുപോയിടട്ടെ. അപ്പോൾ കുറേ ദിവസമായിക്കണ് ഞാനിതിന് ഒരുങ്ങൽ തുടങ്ങിയിട്ട്, എന്താണ് ഇങ്ങനെ പറിച്ചണം ഒട്ടിക്കണം എന്നൊക്കെ കുറേ ദിവസമായിക്കണ് വിചാരിക്കൽ തുടങ്ങിയിട്ട്. പക്ഷേ അതിനൊരു സമയം കിട്ടിയിട്ടില്ല. ഇപ്പോൾ സമയം നമ്മൾ ഉണ്ടാക്കിങ്ങാണ്ട് ചെയ്യല്ലാതെ നിവർത്തില്ലല്ലോ. ഇനിയിപ്പോൾ കുറച്ച് പണിയും കൂടിയും ബാക്കിയുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് നമ്മൾ കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയ ഇതുണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനും പിന്നെ അടുക്കള ഞാൻ തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇനി അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ ഉണ്ട്. പിന്നെ പുഴയിലൊക്കെ നല്ലോണം വെള്ളം കൂടിയിട്ടുണ്ട്. ഇപ്പം തിരുമ്പാനും കുളിക്കാനൊക്കെ ഇനിയിപ്പോൾ പുഴയ്ക്ക് പോകൽ നടക്കില്ല. അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ അടിച്ചു വാരലും തുടക്കലും ഒക്കെ ഏകദേശം തീരാനായി. ഇനിയിപ്പോൾ അതാ നല്ലൊരു വെളിച്ചമായിട്ട്, അപ്പോൾ ആ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ചപ്പോൾ നമ്മൾ ചിമ്മിനിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു വെളിച്ചമായിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ 1-2 മാസമൊക്കെ ഇതേപോലെ നല്ല വൃത്തിക്ക് കിട്ടും, പിന്നെയും പഴയ പോലെയാകും. അപ്പോൾ നമ്മൾ അത് പറിക്കും ഒട്ടിക്കും അങ്ങനെ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കട്ടെ കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ട്, ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇല്ല പണിയൊക്കെ തീർന്നപ്പോത്തിന്. അപ്പം ഇപ്പോൾ ചോറ് കഴിക്കട്ടെ. കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, മോര് കറിയാണ്. അപ്പോൾ മോര് കറി എനിക്ക് വലിയ ഇഷ്ടമല്ല ചോറുക്ക് കൂട്ടാനും. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചതും നമ്മളെ മാണിത്തട്ട ഉപ്പേരിയും കൂട്ടിയാണ് കേട്ടോ ചോറ് കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്, മറക്കാതെ ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.